30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. വകുപ്പ് മന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി NCP അമരമ്പലം മണ്ഡലം കമ്മിറ്റി. പാർട്ടി നിലപാടിനൊപ്പം നിലകൊള്ളാത്ത മന്ത്രിയെ സംരക്ഷിക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ലെന്ന് NCP അമരമ്പലം മണ്ഡലം കമ്മിറ്റി പൂക്കോട്ടുംപാടത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിരന്തരമായ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നടക്കുന്ന മലയോര മേഖലകളിൽ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ട നടപടിയിലും കല്ലാമൂല സ്വദേശി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ നിലമ്പൂർ സൌത്ത് DFO G ധനിക്ലാലിനെ സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചും അമരമ്പലം മണ്ഡലം NCP കമ്മിറ്റി സ്വന്തം പാർട്ടിയിലെ മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. 300ഓളം വരുന്ന താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ട നടപടി മരവിപ്പിച്ച് അവരെ തിരിച്ചെടുക്കണമെന്നും നിരന്തരമായിട്ടുള്ള വന്യജീവി ആക്രമണങ്ങളിൽ DFOയെ സ്ഥലം മാറ്റിയതുകൊണ്ട് മന്ത്രിയുടെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും NCP അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് TP ഹംസ പറഞ്ഞു. ഈ പുല്ലങ്കോട് കരുവാരുണ്ട് ഭാഗത്ത് കടുവ ആക്രമണം നടന്ന ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വലിയ ആളൊന്നും അല്ലെങ്കിലും വെറും ഒരു മണ്ഡലം പ്രസിഡന്റായി എന്നെ പല ആളുകളായി വിളിച്ച് തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിലെല്ലാ വിഭാഗം ആളുകളുണ്ട്. അതിൻ്റെ കാരണം ഒരു തെറി പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ കടുവനെ പിടിക്കാത്തതുകൊണ്ടല്ല. ഇവനുണ്ടായിരുന്ന 300 കണക്കിന് വാച്ചർമാരെ ഒറ്റയടിക്ക് ഒരു കാര്യമില്ലാതെ പിരിച്ചു വിട്ടു. അതിന് കാരണം എന്താ, ഏതോ ഒരു രാഷ്ട്രീയ ചാണക്യൻ നിലമ്പൂരിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പിരിച്ചിട്ട് സ്വന്തം പാർട്ടീൻ്റെ ആൾക്കാരെ കുത്തിക്കയറ്റാൻ വേണ്ടി കളിച്ച കളിയിൽ അന്നത്തെ CCF പുകേന്ദ്ര സാറ് ചെറിയൊരു ഓർഡർ ഇട്ടു. ആ കടലാസ് ഉദ്യോഗസ്ഥന്മാർ വെച്ച് കളിക്കുകയാണ്. DFO നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു ഈ ആൾക്കാരെ തിരിച്ചെടുക്കണം, കാരണം ആനകൾ ശല്യമുണ്ട്, കടുവകളെ ശല്യമുണ്ട്, തിരിച്ചെടുക്കണം. ഈ താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മസ്റ്റോട് ഒപ്പിടാതെ ഇവർക്ക് ശമ്പളം കിട്ടില്ലല്ലോ. അപ്പോൾ DFOൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം പോകും. DFO ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞു ഇത്രയും ആളുകളെ കയറ്റണം. ഞാൻ നിരന്തരം ഇതിൻ്റെ പുറകെ നടക്കുകയാണ്. അതിൻ്റെ പുറത്ത് ഞങ്ങൾ കഴിഞ്ഞ ബ്ലോക്ക് കമ്മിറ്റിയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹം വളരെ ഗൗരവപൂർവ്വം കാര്യം കേട്ട് നിന്നു. മാത്രമല്ല ഞാൻ ഇങ്ങനെയും പറഞ്ഞു, മന്ത്രിൻ്റെ ഇങ്ങനത്തെ വൃത്തികേട്ടിന് കൂട്ടു നിൽക്കാൻ പാർട്ടിക്ക് പറ്റില്ല. കാരണം വെച്ചാൽ മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കൂട്ടുന്ന പാർട്ടി തകർന്ന തരിപ്പണാവും. അതുകൊണ്ട് പാർട്ടി വേണമെങ്കിൽ മന്ത്രി കേൾക്കില്ലെങ്കിൽ മന്ത്രിനെ നമ്മുടെ പണിക്ക് പോകുക എന്ന് ഞാൻ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരെ അറിയിച്ചു. അവിടെ അത് സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിന് അനുഭവം പ്രകടിച്ചുകൊണ്ട് തന്നെ വാച്ചർമാരെ തിരിച്ചെടുക്കാൻ വേണ്ടി DFOൻ്റെ അടുത്ത് പോയി കംപ്ലീറ്റ് ആളുകളെ പേരും ലിസ്റ്റും വാങ്ങി അവർ നേരെ സംസ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു. മറ്റു ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. കാടിന്റെ അതിർത്തി അറിയാത്തവരാണ് ഇവരെന്നും ഈ മേഖലകളിൽ താൽക്കാലിക വാച്ചർമാർ ഒരു പരിധിവരെ കാടിറങ്ങി വരുന്ന ആനയടക്കമുള്ള വന്യമൃഗങ്ങളെ തുരത്താൻ സഹായകമാവുന്നുണ്ടെന്നും 1 വർഷമായി പിരിച്ചുവിട്ട ഇവർ കോടതിയെ സമീപിച്ചെന്നും അവർ പറഞ്ഞു. അതായത് നമ്മുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ ശ്രദ്ധ കുറവും മന്ത്രിയുടെ ഒരു എന്താ പറയുക ഈ വനം വകുപ്പുമായിട്ട് അദ്ദേഹത്തിന് യാതൊരുവിധ പിടിപാടും ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണക്കാരായ പാവപ്പെട്ട വാച്ചർമാരെ ഒന്നടങ്കം പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ കാടിൻ്റെ അതിർത്തി അറിയുന്ന ഒരാളുണ്ടാവില്ല. കൊല്ലം കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കാട് എന്താണെന്ന് അറിയില്ല. അവർക്ക് ആ ഫോറസ്റ്റ് സ്റ്റേഷൻ മാത്രമേ അറിയുള്ളൂ. അവരതിൻ്റെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങും. നേരെ മറിച്ച് ആനയും കടുവ ഇറങ്ങുമ്പോൾ അവർ ഓടിക്കേണ്ട ഒരു സാധാ വാച്ചർമാർ. അവർ 4 പടക്കം പൊട്ടിച്ചാൽ ഈ കടുവ ആനയ്ക്ക് മുകളിലേക്ക് കയറിപ്പോവും. അവർക്ക് നിസ്സാര ശമ്പളം കൊടുക്കാൻ മടിച്ചിട്ട് ഓരോ ദിവസം ഓരോ ആൾക്കാരെ കൊല്ലുക, ഓർക്ക് 5 ലക്ഷം കൊടുക്കുക, 10 ആൾ മറിച്ചാൽ 50 ലക്ഷം പോയോ. ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി നല്ലൊരു സജഷൻ 2 കൊല്ലം മുമ്പ് ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വെച്ചതാണ്, രേഖാമൂലം വെച്ചതാണ്. കാരേരിപ്പാടം എന്ന് പറയുന്ന 10 ഹെക്ടറോളം വരുന്ന സ്ഥലം ഇവിടെ ഒരു പുല്ല് പോലും മുളക്കാത്ത വലിയൊരു ഏരിയയാണ്. ആ ഏരിയയിൽ 2 കുളം കുഴിക്കാനും ആനകൾക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കാനും കുറച്ച് മുളം തൈകൾ ഫിറ്റ് ചെയ്യാനും ഇഷ്ടംപോലെ മുളയും ഓടെ ഉണ്ടായിരുന്ന നമ്മുടെ നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് പോയാൽ മനസ്സിലാവും. ഇഷ്ടംപോലെ മുളയും ഓടയും ചോരിലുണ്ടായിരുന്ന പാർട്ടിക്കാരും ചക്കിക്കുഴി ഏരിയയിൽ ഒരൊറ്റ മുള പോലും ഇല്ല. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണെന്നും കുറ്റപ്പെടുത്തി. ആനയിറങ്ങാതിരിക്കാൻ കാരേരിപ്പാടത്ത് കുളം കുത്താനും മുളയും പ്ലാവടക്കമുള്ളവ നട്ടുപിടിപ്പിക്കണമെന്നും രേഖാമൂലം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുത്തില്ല എന്നും ആരോപണമുണ്ട്. പിരിച്ചുവിട്ട വാച്ചർമാരെ തിരിച്ചെടുത്തില്ലെങ്കിൽ 300ഓളം വരുന്ന വാച്ചർമാരെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും TP ഹംസ പറഞ്ഞു. ഇത്തരം സമരങ്ങൾക്ക് മേൽ കമ്മിറ്റിയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. DFOനെ സ്ഥലം മാറ്റി. ഇത്ര പെട്ടെന്ന് ഒരു കടുവ ഇന്നലെ ഒരാളെ പിടിച്ചപ്പോഴത്തേന് ഇത്ര പെട്ടെന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് കാരണമാണ് ഇവർ ബോധിപ്പിക്കുന്നത്? ഒരു കാരണം ബോധിപ്പിക്കാനില്ല. ബോധിപ്പിക്കുന്ന ആരോട് പറഞ്ഞത് മന്ത്രിയാണ് പറയുന്നത് പുറത്ത് പോകാൻ ഇവിടുന്ന്. എന്താണ് മന്ത്രി പറയാൻ കാരണം? ആരുടെ സമ്മർദ്ദത്തിനാണ് മന്ത്രി വഴങ്ങിയത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വാച്ചർമാർ മുഴുവൻ
CPI CPM-ൽപ്പെട്ട വാച്ചർമാർ പിന്നെ NCP-കാരൊക്കെ ചെറിയ സംഘടനയല്ലേ, ഇവർ ഒന്നടങ്കം ഹൈക്കോടതിയിൽ പോയി ഓർഡർ പിന്നെ പരാതി കൊടുത്തു, പിന്നെ കേസ് കൊടുത്തു. ഹൈക്കോടതി ജഡ്ജി തീരുമാനമാക്കി 60 വയസ്സ് വരെ അവർക്ക് ജോലി കൊടുക്കണമെന്നും ഈ ആനശല്യം കടുവശല്യമുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ള സമയത്ത് ആളുകളെ പിരിച്ചിടാൻ പാടില്ല എന്നും കർശനമായ നിർദ്ദേശം കൊടുത്തിട്ട് ആ ഓർഡർ മുഖ്യമന്ത്രിയുടെ ഫയലിലിരിക്കുകയാണ്, മേശപ്പുറത്തിരിക്കുകയാണ്. എന്ത് വന്നാലും ആ ഓർഡർ പുറത്തിറക്കുക എന്നുള്ള വാശിയിലാണ് മുഖ്യമന്ത്രി CPM നിൽക്കുന്നത്. അതിന് ഈ മന്ത്രി കൂട്ടിക്കാൻ പാടുണ്ടോ? ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.